ഹലോ മക്കളെ, അപ്പോൾ ഫൈനലി നമ്മുടെ +1 പരീക്ഷകൾ തീർന്നു. നിങ്ങളുടെ ഈ ഒരു മൊത്തം പരീക്ഷ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നുള്ള കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ കമൻറ്റ് ബോക്സിലിടുക. കാരണം നിങ്ങൾ ഈ വർഷം എഴുതിയ ആദ്യ പബ്ലിക് എക്സാമാണ്. നിങ്ങൾക്കറിയാം നമ്മുടെ ഓണപരീക്ഷ നിങ്ങൾക്ക് എന്താണ് സ്കൂൾ ലെവലിൽ നടത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങളൊരു പബ്ലിക് ലെവലിൽ +1 ആദ്യമായിട്ട് എഴുതുന്ന ഒരു പരീക്ഷയാണ്. ഈ ഒരു പരീക്ഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടുക. അതിനോടൊപ്പം തന്നെ എക്സാമിനറിനോടൊപ്പം പഠിച്ചതിൻ്റെ ഒരു എഫക്റ്റ് അല്ല ഇതിൻ്റെ യൂസ്ഫുൾനെസ് നിങ്ങൾക്ക് എന്താണ് തോന്നിയെന്നുള്ള കാര്യം ഓണസ്റ്റ്ലി എന്ത് ചെയ്യുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോയിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മുടെ കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിൻ്റെ ജസ്റ്റ് ഒരു എക്സാം അനാലിസിസ് ആണ് ചെയ്യാൻ പോകുന്നത്. കുറേ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം നിങ്ങളെല്ലാവരും എന്താണ് കുറച്ച് ലൈറ്റ് മൂഡിലായിരിക്കും. ഞങ്ങളും അങ്ങനെ തന്നെയാണ്, കാരണം നമ്മുടെ എക്സാം കഴിഞ്ഞു, നമ്മളെല്ലാവരും നമുക്ക് മാക്സിമം ചെയ്യാനുള്ള എഫേർട്ട് ഇട്ട് കഴിഞ്ഞു. ഇനി നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്യാനുള്ള സമയമാണ്. കുറച്ച് നാളെങ്കിലും അല്ലെ കുറച്ച് ദിവസങ്ങളെങ്കിലും നമുക്ക് റിലാക്സ് ചെയ്യാൻ സമയമുണ്ട്. അപ്പോൾ ആ സമയം എന്താണ് നിങ്ങളെല്ലാവരും റിലാക്സ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് കുറേ ഞാൻ പറഞ്ഞെന്താണ് നിങ്ങളെ പേടിപ്പിക്കുന്നില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയണം. മാത്രമല്ല ഒരു കാര്യം അനൗൺസ് ചെയ്യാനുള്ളത് മക്കളെ മറക്കരുത്, നമ്മുടെ മെയിൻ ചാനലിൽ എക്സാം വിന്നർ എന്ന് പറഞ്ഞ ചാനലിൽ നമ്മുടെ സെലിബ്രേഷൻ ഇവൻറ്റ് നടക്കുന്നുണ്ട്. 7:30 നിങ്ങളെല്ലാവരും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ എക്സാമിനെ ഇവാലുവേറ്റ് ചെയ്താൽ ഒരു സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്സ് ആയിക്കോട്ടെ, ഇന്ന് കഴിഞ്ഞ ബയോളജി ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, ഏത് പരീക്ഷകൾ നോക്കിയാലും അത്യാവശ്യം സ്റ്റാൻഡേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് വന്നത്. എന്താണ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ? സ്റ്റാൻഡേർഡ് കൂടിയ ക്വസ്റ്റ്യൻ അങ്ങനെയല്ല, സാധാരണ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരാറുള്ള ടൈപ്പ് ചോദ്യങ്ങളാണ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിൽ ചോദിച്ചത്. ഇനി അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ? സത്യം പറഞ്ഞാൽ അതൊന്നും മനസ്സിലാക്കാനില്ല. അതായത് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, ക്രിസ്മസ് എക്സാം അത്യാവശ്യം എളുപ്പമായിരുന്നു, സാധാരണ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, അപ്പോൾ പബ്ലിക് എക്സാമും ഏതാണ്ട് ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും. അതായത് നിങ്ങൾ ഓൾറെഡി പഠിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത് മാത്രം പഠിച്ചു പോയാൽ നിങ്ങൾക്ക് എന്താണ് പബ്ലിക് എക്സാമിനും ഇതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ളൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. അത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പരീക്ഷ ക്രിസ്മസ് എക്സാം എന്ന് പറഞ്ഞ പരീക്ഷ നിങ്ങൾ +1 നേരിടുന്ന ആദ്യത്തെ പരീക്ഷയാണ്. മാത്രമല്ല നിങ്ങൾ ഇതിലുള്ള ചോദിക്കാൻ പോകുന്ന എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും കാര്യങ്ങളൊന്നും പ്രോപ്പറായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നുള്ള കാര്യം എന്താണ്? ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഓൾറെഡി ഒരു ധാരണ ഉണ്ടാവും, നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സമയമൊന്നും കിട്ടിയില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് ലോജിക്കലി ആലോചിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അവരെന്താണ് കുറച്ച് ഈസി ആയിട്ട് പേപ്പർ നിങ്ങൾക്ക് വേണ്ടി ഇട്ട് തരാനാണ്, അതിലെ ക്വസ്റ്റ്യൻസ് എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്താണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇട്ട് തരാനുള്ള ചാൻസ് ആണ് കൂടുതൽ. അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ള കാര്യം നമുക്ക് ഏതാണ്ട് പറയാൻ പറ്റും. അത് പറയാൻ മറ്റൊരു കാരണം കൂടി ഉണ്ട്. നിങ്ങൾ 10ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ താഴെയുള്ള ക്ലാസ്സുകളിൽ പേപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ ഇതല്ല കഥ. സാധാരണ എപ്പോഴും എല്ലാ വർഷവും ചോദിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളല്ല 10ലും 9ലും ഒക്കെ ചോദിച്ചത്. അപ്പോൾ +1 മാത്രം ഒരു അനോമലി ആയിട്ട് ഒരു സ്പെഷ്യൽ കേസായി നിൽക്കുന്നുണ്ട്. അതിന് കാരണം എന്തായിരിക്കാം? നിങ്ങൾക്ക് എന്താണ് 10ാം ക്ലാസ്സുകാരെ പോലെയോ 9ാം ക്ലാസ്സുകാരെ പോലെയോ +1 എന്താണ് നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടായിരിക്കാം. ഓൾസോ ഓണപരീക്ഷ നിങ്ങൾക്ക് നടത്താത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങളെ പേടിപ്പിക്കേണ്ടെന്ന് വെച്ചിട്ടായിരിക്കും. പക്ഷേ ഇതേ കഥയായിരിക്കും പബ്ലിക് എക്സാമിൽ നടക്കാൻ പോകുന്നത്. നമുക്ക് അറിയില്ല എങ്കിൽ പോലും വി ഷുഡ് ഓൾവേസ് ബി പ്രിപ്പയർഡ് ഫോർ ദി വേഴ്സ്റ്റ് കേസ് സിനാരിയോ. അതായത് വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താണ്? വേഴ്സ്റ്റ് കേസ് സിനാരിയോ ഇത്രയേ ഉള്ളൂ മക്കളെ. അതായത് നിങ്ങൾ പരീക്ഷാ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ, പബ്ലിക് എക്സാമിൽ പോയിട്ട് ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, പരീക്ഷാ പേപ്പർ നോക്കുമ്പോൾ നിങ്ങളൊരു 80% ചോദ്യങ്ങളെങ്കിലും നിങ്ങളെന്താണ് ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങൾ കാണും. ഈ ക്രിസ്മസ് എക്സാമിൽ നിങ്ങളൊരു 96% ചോദ്യങ്ങൾ ഫെമിലിയർ ആണെങ്കിൽ പബ്ലിക് എക്സാമിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോ എന്താണ് 80% ചോദ്യങ്ങൾ മാത്രമേ ഫെമിലിയർ ഉള്ളൂ. 20% ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലാത്ത ചോദ്യങ്ങൾ, നിങ്ങൾ സാധാരണ ചെയ്ത് പഠിക്കാത്ത ചോദ്യങ്ങൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്യാത്ത ചോദ്യങ്ങൾ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. ഇത് വെറുമൊരു സാധ്യതയല്ല. 10ാം ക്ലാസ്സിൻ്റെയും 9ാം ക്ലാസ്സിൻ്റെയും അതിന് താഴെയുള്ള ക്ലാസ്സസിൻ്റെ ഒക്കെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ ആ ഒരു സാധ്യത നമ്മൾ +1 എക്സ്പെക്റ്റ് ചെയ്യണം. ഇനി സാർ അങ്ങനെയാണ് ഞാൻ എന്തപ്പോൾ ചെയ്യേണ്ടത്? ഞാൻ പേടിച്ചിരിക്കുകയാണ്. ഓൾറെഡി എന്താണ് +1 എക്സാമൊക്കെ എങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞു, എങ്ങനെയൊക്കെ പഠിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾക്ക് എന്താണ് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയതിൻ്റെ ഓവർ കോൺഫിഡൻസ് ഉണ്ടാവരുത്. കാരണം പബ്ലിക് എക്സാം ഇതേ പാറ്റേണിൽ ആവണം എന്നില്ല എന്ന് മനസ്സിലാക്കി പ്രോപ്പറായിട്ട് പഠിക്കുക. എന്താണ് ഈ പ്രോപ്പറായിട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ? ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫിസിക്സ് പരീക്ഷയിൽ മിക്ക ചോദ്യങ്ങളും സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്, ഫെമിലിയർ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ ഈ ഒരു ചോദ്യം നിങ്ങൾ നോക്കിക്കോ, പലരും തെറ്റിച്ചിട്ടുണ്ടാവും, പക്ഷെ അവരിതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ എന്താണ് നിങ്ങളെ അത് അറിയിക്കാം. ഓക്കെ, ഫോർ എ സ്ട്രേറ്റ് ലൈൻ മോഷൻ ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ് ആർ ഈക്വൽ, ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫാൾസ് എന്ന് വെച്ചിരിക്കും. ഇതിൻ്റെ എന്താ ആൻസർ? ഇതിൻ്റെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ആൻസർ എന്താ എഴുതിയെന്ന്? ഫോർ എ സ്ട്രേറ്റ് ലൈൻ മോഷൻ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് സെയിം. അപ്പോൾ നിങ്ങൾ അറിയുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ് സെയിം ആണല്ലോ, വളവും തിരിവൊന്നുമില്ല, അപ്പോൾ സെയിം ആയിരിക്കുമല്ലോ നമ്മളായിരിക്കും. പക്ഷേ ആൻസർ ആക്ച്വലി എന്താണ്? ഇത് ഫാൾസ് ആണെന്നാണ്. കാരണം എന്താണ്?
സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നത് മാത്രമാണോ? അല്ല. നിങ്ങൾ മുന്നോട്ട് പോയി 5 മീറ്റർ, ബാക്കോട്ട് വന്നു 5 മീറ്റർ, ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്, ഡിസ്റ്റൻസ് വെച്ചാൽ 10 മീറ്റർ ആണ്. അപ്പോൾ രണ്ടും എപ്പോഴും സെയിം ആവണമെന്നുണ്ടോ? ഇല്ല. കറക്റ്റ് ആൻസർ എന്താണ്? ഫാൾസ് എന്നാണ്. പക്ഷേ പലർക്കും ഇത് തെറ്റാൻ കാരണം എന്താണ്? കാരണം ഇതൊരു ആപ്ലിക്കേഷൻ ലെവലിൽ ചോദ്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടൊന്നുമില്ല സ്ട്രെയിറ്റ് ലൈൻ മോഷൻ രണ്ടുപേരും അൺഈക്വൽ ആണെന്നൊന്നും എഴുതി വെച്ചിട്ടില്ല. പക്ഷെ നിങ്ങൾ ചിന്തിച്ച്, അതായത് കോൺസെപ്റ്റ് നിങ്ങൾക്ക് ഡിസ്റ്റൻസ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്താ അറിയാം, പക്ഷെ അത് അപ്ലൈ ചെയ്യണം. ഈ ഒരു സാധനം എന്താണെന്ന് അപ്ലൈ ചെയ്യേണ്ട ചോദ്യമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം ഒരൊറ്റ ചോദ്യമായിട്ട് നിന്നു. അതുകൊണ്ട് ബാക്കിയുള്ള എല്ലാ ചോദ്യങ്ങളും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സ്റ്റാൻഡേർഡ് പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇതുപോലത്തെ കുറച്ച് ചോദ്യങ്ങൾ, കുറച്ചും കൂടി കട്ടിയുള്ള ചോദ്യങ്ങൾ നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യണം? എന്താ ചെയ്യുക? അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ കുറച്ചും കൂടി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി, അത് മനസ്സിലാക്കിയാൽ മാത്രം പോരാ, അത് അപ്ലൈ ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും പ്രാക്ടീസ് ചെയ്ത് പോയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾ കറക്റ്റ് ഉത്തരം കൊടുത്തത്, പക്ഷേ ഇതുപോലെ ആയിരിക്കും സംഭവിക്കുക. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ഇത്രേ പറയാനുള്ളൂ. ഒന്നെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാൻ, ഫിസിക്സ് ആയിക്കോട്ടെ, കെമിസ്ട്രി ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ബയോളജി ആയിക്കോട്ടെ, അത് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇനി എക്സാമിനറുടെ അടുത്ത് ഓൾറെഡി ആ സംവിധാനം ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഞാൻ അതിനെപ്പറ്റി പറയാൻ എനിക്ക് മടിയില്ല. അതായത് എന്താണ്? എക്സാമിനറിനെ +1 ആക്കി റിവിഷൻ ബാച്ച് ഇവിടെ നിങ്ങൾക്ക് കാണാം, കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. എക്സാമിനർ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുന്ന സംവിധാനമാണ് പ്രോപ്പറായിട്ട് പഠിച്ചെടുക്കാൻ വേണ്ടി നമ്മുടെ റിവിഷൻ ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ 27th ഡിസംബർ, 23rd ഇവിടെ കാണുന്നത്. പക്ഷേ നിങ്ങളുടെ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരം നമ്മുടെ അഗ്നി ബാച്ചിലെ കുട്ടികളൊക്കെ പറഞ്ഞു, സാർ 23rd വെക്കരുത്, അവിടെ 27th നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കോൺസെപ്റ്റുകൾ പഠിപ്പിച്ച് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അതെങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള രീതി ഒക്കെ പറഞ്ഞു തന്നിട്ടായിരിക്കും ഉണ്ടാവുക. ഇൻക്ലൂഡിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഉണ്ടാവും. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ 80% വരാൻ പോകുന്ന മിക്കവാറും തന്നെയായിരിക്കും പ്രീവിയസ് ഇയർ മോഡൽ തന്നെയായിരിക്കും. ബാക്കിയുള്ള 20% നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കോൺസെപ്റ്റ് ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കണം. അതിന് ചോദ്യങ്ങൾ ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മുടെ ഈ മാസം എൻഡ് വരെ ജോയിൻ ചെയ്യുന്നവർക്ക് ഉണ്ടാവും കേട്ടോ. ആ ഒരു കാര്യം കൊണ്ട് പറയണം. ഇതെല്ലാം എക്സാമിനർ ഒരു സംവിധാനം ഒരുക്കി തരുന്നത് നമ്മുടെ റിവിഷൻ ബാച്ചിൽ. ഓൾറെഡി അഗ്നി പഠിക്കുന്നവർക്ക് അത് ഫ്രീ ആണ്, എക്സ്ട്രാ പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. പഠിക്കാത്തവർക്ക് ഇതാണ് 2000 rupees ഫീസ്, സ്റ്റഡി മെറ്റീരിയൽ അടക്കം. ഇനി ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് മുതൽ പഠിക്കാം. എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കണ്ട അതേ ടീച്ചേഴ്സാണ് പഠിപ്പിക്കാൻ വന്നത്. കെമിസ്ട്രി നമ്മുടെ ബയോളജിയിലാണെങ്കിൽ നമ്മുടെ അർച്ചന മിസ് ഉണ്ടാവും, ATR മിസ് ഉണ്ടാവും, ഫിസിക്സിലാണെങ്കിൽ ഞാനുണ്ടാവും, ദിൽഷ മിസ് ഉണ്ടാവും, കെമിസ്ട്രിയിലാണ് ശരണ്യ മിസ് ഉണ്ടാവും, തുല്യ മിസ് ഉണ്ടാവും, മാത്സിലാണ് അരൻ സാർ ഉണ്ടാവും. ഇവർ തന്നെയാണ് നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത് ഫുൾ ക്ലാസ്സസ്. അവരുടെ ക്ലാസ്സസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അവരെങ്ങനെയാണ് പഠിപ്പിക്കുക, കോൺസെപ്റ്റുകൾ പഠിപ്പിക്കുകയോ ഇല്ലയോ, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി ഇതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കണം നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. അതായത് പ്രോപ്പറായിട്ട് ആദ്യം മുതൽ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ പഠിക്കണ്ടേ? അപ്പോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി ടെക്സ്റ്റ് ബുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുള്ള ക്ലാസ്സസോ അതിൻ്റെ സംവിധാനം നിങ്ങൾ കണ്ടെത്തണം. അതൊന്നെങ്കിലും ട്യൂഷൻ്റെ രൂപത്തിലാവാം, അല്ലെങ്കിൽ സ്കൂളിലെ ക്ലാസ്സസ് അത്രത്തോളം നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉള്ള ക്ലാസ്സസ് ആണെങ്കിൽ അത് മതി, ധാരാളമാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്കോ, ഇഷ്ടംപോലെ ഗൈഡ്സും ബുക്സും ഉണ്ട്, എക്സാമിനറിന് വരെ ഉണ്ട്. അത് വെച്ചിരുന്നാണ് നിങ്ങൾക്ക് പഠിക്കാൻ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. എന്താണെങ്കിലും നിങ്ങളൊരു പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്തുക. അത് ഫ്രീ ആയിട്ടാണെങ്കിലും പെയ്ഡ് ആയിട്ടുള്ള ആണെങ്കിലും. യൂട്യൂബിലെ എക്സാമിനറിൻ്റെ ക്ലാസ്സസ് നിങ്ങൾക്ക് അത് ഡിപ്പെൻഡബിൾ ആണെന്ന് തോന്നുകയാണ്, അത് മാത്രം വെച്ചിട്ട്. പക്ഷേ അത് നിങ്ങൾ കുറച്ച് എക്സ്ട്രാ, ഞാൻ പറഞ്ഞാൽ എക്സ്ട്രാ എഫേർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എടുക്കാൻ തീരുമാനിക്കണം. അതായത് ഒറ്റയ്ക്ക് ഇരുന്ന് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷനുള്ള കുട്ടികൾക്ക് അത് പറ്റുള്ളൂ. പക്ഷെ അങ്ങനെ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ രീതിയിൽ പ്രൊസീഡ് ചെയ്യാം. പക്ഷേ ഒരു സൊല്യൂഷൻ, ഒരു പഠിക്കാൻ, നിങ്ങൾ പബ്ലിക് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തുന്നതാണെങ്കിലും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. എക്സാമിനറുടെ ബാച്ചിൽ തന്നെ ജോയിൻ ചെയ്യണം എന്ന് ഞാൻ നിർബന്ധിക്കില്ല. നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായി തോന്നുന്ന, നിങ്ങൾക്ക് ഏറ്റവും എഫക്റ്റീവായി തോന്നുന്ന ഒരു സൊല്യൂഷൻ നിങ്ങൾ എന്ത് ചെയ്യുക? അത് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തുക. എന്നിട്ട് അത് എന്ത് ചെയ്യണം മക്കളെ? കുറേ സമയം നമുക്ക് ബാക്കിയില്ല. ജാനുവരി, ഫെബ്രുവരി കുറച്ച് ദിവസങ്ങൾ മാത്രം. ആ സമയങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യണം? അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, അത് മാക്സിമം യൂസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ, ആ പ്ലാൻ പ്രകാരം, ബാച്ചിൻ്റെ കാര്യത്തിലാണ്, ബാച്ചിൻ്റെ ടൈം ടേബിൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ആ ക്ലാസ്സുകൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവുമില്ല, നിങ്ങൾ പബ്ലിക് എക്സാമിൽ എങ്ങനെ വന്നാലും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഫിക്കൽട്ടായിട്ടുള്ള രീതിയിലൊക്കെ വന്നാൽ പോലും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിലായിരിക്കും നമ്മൾ പ്രിപ്പയർഡ് ആവുക. കാര്യം മനസ്സിലായി? അപ്പോൾ നിങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നില്ല അത്. ചിലപ്പോൾ കേട്ട് വന്നപ്പോൾ എന്താണ് പേടിയൊക്കെ വന്നിട്ടുണ്ടാവും. പേടിക്കേണ്ട ആവശ്യമില്ല മക്കളെ, ഞങ്ങളിവിടെ ഉണ്ട്. നിങ്ങളെ ഏറ്റവും മനോഹരമായിട്ട് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഏറ്റവും ബെസ്റ്റ് രീതിയിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഞങ്ങളിവിടെ ഉണ്ട്. ഇതിന് മുൻപുള്ള വർഷങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുള്ള എക്സാം വന്നപ്പോൾ പോലും നിങ്ങൾക്ക് എക്സാമിനറിൻ്റെ കുട്ടികളുടെ കമൻസ്, ആ വീഡിയോൻ്റെ അന്നത്തെ എക്സാമിൻ്റെ ലൈവിൻ്റെ ഒക്കെ കമൻസിൽ പോയി നോക്കിയാൽ ഇപ്പോഴും മനസ്സിലാവും അന്നത്തെ എക്സാമിനറിൻ്റെ ക്ലാസ്സിൻ്റെ എഫക്റ്റീവ്നെസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒന്നും പേടിക്കേണ്ട ആവശ്യം പോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്.
ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മറക്കരുത്, വൈകുന്നേരം 7:30 നമ്മുടെ എക്സാമിനർ ചാനലിലാണ് ഇവന്റ്. എക്സാമിനർ ഈ ചാനലല്ല, എക്സാമിനറിൻ്റെ കോമൺ ചാനലാണ്. എല്ലാ എക്സാമിനർ ടീച്ചേഴ്സും വരുന്നതായിരിക്കും. ഓൾസോ എക്സാമിനറിൻ്റെ എല്ലാ സ്റ്റുഡൻസും ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ 12ാം ക്ലാസ് വരെ എല്ലാവരും വരുന്നതായിരിക്കും. ഓക്കെ, അത്ര മാത്രമേ പറയാനുള്ളൂ. തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എക്സാമിനെ പറ്റിയുള്ള എക്സ്പീരിയൻസും എക്സാമിനറിൽ പഠിച്ചതിനെ പറ്റിയുള്ള എക്സ്പീരിയൻസും എന്ത് ചെയ്യുക, കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ. നമുക്ക് എന്ത് ചെയ്യാം, കാണാം, കണ്ടുകൊണ്ടിരിക്കുക.